ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിനിമയുടെ മുഴുവൻ സ്റ്റോറിയും എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എ ബ്യൂട്ടിഫുൾ മൈൻഡ്. 1994 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോക്സ് നാഷ് ജൂനിയർ എന്ന മിടുക്കനായ ഗണിത ശാസ്ത്രജ്ഞന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് റോൾ ഹൊവാൾഡ് സംവിധാനം ചെയ്ത 2001 ജീവചരിത്ര നാടക ചിത്രമാണ് എ ബ്യൂട്ടിഫുൾ മൈൻഡ്. സിൽവിയ നാസർ ഗണിതശാസ്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും തകർപ്പൻ സംഭാവനകൾ നൽകുമ്പോൾ പാരനോയിഡ് സ്കിസോഫീനിയുമായി നാഷിന്റെ പോരാട്ടം തുടരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ. കഥ ആരംഭിക്കുന്നത് 1947 പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അവിടെ നാഷിന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് റസൽ ക്രോയാണ്. ബിരുദ വിദ്യാർത്ഥിയായി അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെത്തുന്നു. അവൻ സാമൂഹികമായി വിചിത്രനാണ്, പക്ഷെ അസാധാരണമായി ബുദ്ധിമാനാണ്. യാഥാർത്ഥ്യമായി എന്തെങ്കിലും നേടാനുള്ള തീവ്രമായ ആഗ്രഹം നാഷിനുണ്ട്. നാഷ് ഒടുവിൽ പരമ്പരാഗത സാമ്പത്തിക സിദ്ധാന്തങ്ങൾ വെല്ലുവിളിക്കുന്നു. ഗവേണിംഗ് ഡൈനാമിക്സിന്റെ ഒരു വിപ്ലവ സിദ്ധാന്തം വികസിപ്പിക്കുന്നു. ഈ ജോലി അദ്ദേഹത്തിന് അംഗീകാരം നേടിക്കൊടുക്കുകയും വാഗ്ദാനപരമായ ഒരു ഭാവി തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുകയും ചെയ്യുന്നു. പ്രണയവും സ്കീസോഫീനിയും. നാഷ് പിന്നീട് അവന്റെ ഭാര്യയായി മാറുന്ന ഒരു വിദ്യാർത്ഥിയായ അലിസിയ ലാഡിയോന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ജെന്നിഫർ കൊനേലിയാണ്. അങ്ങനെ അലിസിയ ലാർഡിയെ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു. അവരുടെ പ്രണയം പൂവണിയുന്നു. അവൾ അവന്റെ ജീവിതത്തിലെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറുന്നു. എന്നിരുന്നാലും വ്യാമോഹങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നതോടെ നാഷിന്റെ ലോകം ചുരുളഴിയാൻ തുടങ്ങുന്നു. എന്നാൽ അതീവ രഹസ്യമായ ഗവൺമെന്റ് അസൈൻമെന്റുകളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒപ്പം ചാരന്മാർ പിന്തുടരുന്നതിനെ കുറിച്ച് അദ്ദേഹം പരിഭ്രാന്തനാകുന്നു. അവന്റെ ഭ്രമാത്മകത തീവ്രമാകുമ്പോൾ നാഷിനെ പാരനോയിഡ് സ്കിസോഫീനിയ ഉണ്ടെന്ന് കണ്ടെത്തി പാർച്ചർ എന്ന സർക്കാർ ഷാഡോ ഏജന്റ് അദ്ദേഹത്തിന്റെ ആകർഷകമായ എന്നാൽ സാങ്കല്പിക റൂംമേറ്റ് ചാൾസിന്റെ മരുമകൾ എന്നിവരുൾപ്പെടെയുള്ള സാങ്കല്പിക കഥാപാത്രങ്ങളുമായുള്ള ഇടപെടലിലൂടെ അവന്റെ വ്യാമോഹങ്ങൾ എങ്ങനെ പ്രകടമാകുന്നുവെന്ന് കാണിക്കുന്നു. ക്രമക്കേടുമായുള്ള അവന്റെ പോരാട്ടം ഈ സിനിമ ചിത്രീകരിക്കും. യാഥാർത്ഥ്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടം. നാഷിന്റെ അവസ്ഥ അവളുടെ ദാമ്പത്യ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ബാധിക്കപ്പെടും. അലിസിയ നാഷിനൊപ്പം നിൽക്കുന്നു. സ്നേഹം, പ്രതിരോധം, ചികിത്സ എന്നിവയുടെ സംയോജനത്തിലൂടെ നാഷ് തന്റെ രോഗത്തെ അഭിമുഖീകരിക്കാൻ തുടങ്ങുന്നു. മരുന്നുകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം അവഗണിച്ചും തന്റെ ജോലിയിലും ബന്ധങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചും തന്റെ വ്യാമോഹങ്ങളുമായി സഹവസിക്കാൻ നാഷ് പഠിക്കുന്നു. അംഗീകാരവും പാരമ്പര്യവും. നാഷ് വളരുന്തോറും സമപ്രായക്കാരിൽ നിന്നും ആദരവും നേടിക്കൊണ്ട് അദ്ദേഹം ക്രമേണ അക്കാദമിക് ജീവിതത്തിലേക്ക് മടങ്ങുന്നു. തന്റെ പോരാട്ടങ്ങൾക്കിടയിലും അദ്ദേഹം പ്രൊഫഷണൽ വിജയം നേടുകയും ഗെയിം തിയറിയിലെ തന്റെ പയനറിംഗ് പ്രവർത്തനത്തിന് നോബൽ സമ്മാനം നൽകുകയും ചെയ്തു. നാഷിന്റെ സ്ഥിരോത്സാഹവും പ്രതികൂല സാഹചര്യങ്ങളിൽ മനുഷ്യാത്മാവിന്റെ വിജയവും പ്രകടമാകുന്ന പ്രചോദനാത്മകമായ ഒരു കുറിപ്പിലാണ് ഈ ചിത്രം അവസാനിക്കുന്നത്. തീമുകൾ. സ്നേഹത്തിന്റെ ശക്തി. അലിസിയയുടെ അചഞ്ചലമായ പിന്തുണ. അനുകമ്പയുടെയും മനസ്സിലാക്കലിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. മാനസിക രോഗം. സ്കിസോഫീനിയയുടെ വെല്ലുവിളികളെ സംവേദനക്ഷമതയോടെ ചിത്രീകരിക്കുന്ന സ്കിസോഫീനിയയുടെയും തീവ്രമായ കാഴ്ച ഈ സിനിമ നൽകുന്നു. പ്രതിഭയും മനുഷ്യത്വവും. നാഷിന്റെ ജീവിതം പ്രതിഭയും ഭ്രാന്തിനെയും ഇടയിലുള്ള നേർത്ത രേഖ കാണിക്കുന്നു. പ്രതിരോധത്തിനും പ്രതീക്ഷയ്ക്കും ഊന്നൽ നൽകുന്നു. എ ബ്യൂട്ടിഫുൾ മൈൻഡ് നിരൂപക പ്രശസ്തി നേടുകയും ജെന്നിഫർ കൊനേലിയുടെ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച സഹനടി എന്നിവയുൾപ്പെടെ നിരവധി അക്കാദമിക് അവാർഡുകൾ നേടുകയും ചെയ്തു. അത് ബുദ്ധിയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും സ്നേഹത്തിന്റെയും ശാശ്വത ശക്തിയുടെയും ശക്തമായ കഥയായിരുന്നു ഈ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന സിനിമയിലൂടെ ഈ ഡയറക്ടർ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ സിനിമ കാണാൻ ശ്രമിക്കുക. വളരെ വ്യത്യസ്തമായ, വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള, വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ഇതിനേക്കാളും ബെറ്റർ മൂവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൊക്കെ പറയാവുന്നതാണ്. എനിക്കും കാണാനുള്ള അവസരം ഉണ്ടാവും. ഓക്കെ ഗായ്സ്, ബൈ. താങ്ക്സ് ഫോർ ഹെൽപ്പ്. സീ യു ലേറ്റർ.